അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നവർക്ക് എന്ത് അവകാശവാദങ്ങൾ ഉന്നയിക്കാം. ഈ കാര്യത്തിൽ എം പിയുടെ ഇടപെടലിനെക്കുറിച്ച് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ സംശയമുള്ള ആളുകളെ ഞാൻ നേരിട്ട് ഡൽഹി കൊണ്ടുപോയി നിതിൻ ഗഡ്കരിയുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ നാഷണൽ ഹൈവേ 66 ആരംഭിച്ച കാലം മുതൽ എന്തൊക്കെ ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാം. അത് നമുക്കറിയാമല്ലോ, ഈ നാഷണൽ ഹൈവേയുടെ ആദ്യം നമ്മുടെ ഇതിൻ്റെ DPR അലൈൻമെൻറ്റ് ഇതൊന്നും തീരുമാനിക്കുമ്പോൾ യാതൊരു വിധമായ കൂടിയാലോചനകളും ആരുമായിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും മന്ത്രിയുമായിട്ട് ഈ കാര്യത്തെക്കുറിച്ചൊരു വിവാദമുണ്ടായി. ഞാൻ പറഞ്ഞു DPR ഒരു പബ്ലിക് ഡോക്യുമെൻ്റാണ്, അത് പബ്ലിക് ഡൊമൈനിൽ വരണം. അപ്പോൾ എൻ്റെ അടുത്ത് മന്ത്രി ചോദിച്ചു, ഹൂ ടോൾഡ് യു ദാറ്റ് ഇറ്റ് ഇസ് എ പബ്ലിക് ഡോക്യുമെൻറ്റ്? യു ആർ തറലി മിസ്റ്റേക്കൺ. അതൊരു പബ്ലിക് ഡോക്യുമെൻ്റ് അല്ല, അത് പബ്ലിക് ഡൊമൈനിൽ വരേണ്ട കാര്യമില്ല. അപ്പോഴേ അദ്ദേഹം അതിൻ്റെ കാര്യകാരണ സഹിതം എന്നെ ബോധ്യപ്പെടുത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ അലൈൻമെൻറ്റിലും DPRലും ഇല്ലെങ്കിലും ഡിസൈനകത്ത് മാറ്റം വരുത്താം. അങ്ങനെ എത്ര യോഗങ്ങളാണ് ജില്ലാ കളക്ട്രേറ്റിൽ ഞാൻ വിളിച്ചു കൂട്ടിച്ചെന്ന് ചോദിക്കുക, കളക്ടറോട് ചോദിക്കുക. MP മുൻകൈ എടുത്ത് സകല ജനപ്രതിനിധികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് എത്ര യോഗം നടത്തി. മാത്രമല്ല എത്ര പ്രാവശ്യമാണ് ഇതിനു വേണ്ടി ഓരോ കണ്ണൂര് മോർത്തിൻ്റെ ഓഫീസ്, ട്രിവാൻഡ്രത്തെ മോർത്തിൻ്റെ ഓഫീസ്, അതുപോലെ തന്നെ വെങ്കട്ടനാരായണൻ്റെ മോർത്തിൻ്റെ ഡൽഹിയിലെ ഓഫീസ്, മന്ത്രിയുടെ ഓഫീസ്, എത്ര പ്രാവശ്യം ഇടപെട്ടു നിങ്ങൾ തിരക്കി നോക്കിക്കോ. എല്ലാം എൻ്റെ കയ്യിൽ ഡോക്യുമെൻ്റൽ എവിഡൻസ് ഉണ്ട്. ഞാൻ അധര വ്യായാമം നടത്തലല്ല. കാസർഗോട്ടെ MP എന്തൊക്കെ ചെയ്യണോ അതെല്ലാം ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡോക്യുമെൻ്റൽ എവിഡൻസ് ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഏറ്റവും അവസാനം ഞാൻ പറയാം, ഇതിൻ്റെ ഡിസൈനിൽ ഒരുപാട് മാറ്റം വരുത്തി. എത്രയോ ഫ്ലൈ ഓവറുകൾ പുതുതായിട്ട് വന്നു, എത്രയോ അണ്ടർപാസുകൾ വന്നു. ഇപ്പം തന്നെ ഏറ്റവും അവസാനമായിട്ട് എത്രയോ ഫുട് ഓവർ ബ്രിഡ്ജ് വന്നു. ഇനിയും 10ഓളം ഫുട് ഓവർ ബ്രിഡ്ജ് മന്ത്രി പരിഗണിച്ചത് അനുവദിക്കാമെന്ന് പറഞ്ഞു. ഇതെല്ലാം കാസർഗോഡ് MP ആണ്. അപ്പോൾ ഈ സമയത്തൊന്നും ഞാൻ ആരുടെയും ഒരു ഇൻ്റർഫിയൻസ് ചെയ്യാൻ കണ്ടിട്ടില്ല. അതിൽ ഇന്ന് കേന്ദ്ര ഉപരിതല മന്ത്രാലയം ഒരു തവണ പോലും ഈ ടോൾ വിഷയവുമായി ബന്ധപ്പെട്ട് LDFൻ്റെയോ UDFൻ്റെയോ ഭാഗമായിട്ട് ഒരാൾ പോലും അവിടെ ഈ ആവശ്യം അറിയിക്കുകയോ വന്ന് കണ്ടിട്ടില്ല. ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു, തോക്കിനകത്ത് കയറി വെടിവെക്കാതെ. ഞാൻ നിങ്ങൾക്ക് സമയം തരാമല്ലോ, ഞാനിവിടെ നിൽക്കുകയല്ലേ. ഞാൻ നിങ്ങൾ ചോദിക്കുന്ന എല്ലാം അത് വ്യക്തത വരുത്തുന്നത് ഞാൻ ആദ്യം വ്യക്തത വരുത്തിയിട്ട് നിങ്ങൾക്ക് ഇഫ് യു ഹാവ് എനിത്തിങ് ഇൻ യുവർ മൈൻഡ് യു ആസ്ക് മീ. ഐ എം പ്രിപ്പയർഡ് ടു ആൻസർ ഓൾ ദി ക്വസ്റ്റ്യൻസ്. ഞാനിവിടെ നിൽക്കുകയല്ലേ, എനിക്ക് യാതൊരു തിരക്കുമില്ല. നിങ്ങൾ എന്ത് ചോദ്യം ചോദിച്ചാലും ഞാനത് പറഞ്ഞു വരട്ടെ. പറഞ്ഞു വരുന്ന ആ ഫ്ലോ തടസ്സപ്പെടുത്താനാണ് ഭാവമെങ്കിൽ അത് ശരിയല്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ 2 MLA-മാരെ, ഇവിടുത്തെ നേതാക്കന്മാരെ ഞാൻ ഡൽഹി കൊണ്ടുപോയി, മന്ത്രിയുടെ അടുത്ത് കൊണ്ടുപോയി. മന്ത്രിയുടെ വീട്ടിൽ നിന്ന് ഓരോ കാര്യങ്ങൾ അവതരിപ്പിച്ച് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് അവരാവശ്യപ്പെട്ട ഓരോ കാര്യങ്ങൾ മഞ്ചേശ്വരത്തും കാസർഗോട്ടും, നെല്ലിക്കുന്ന് ജീവിച്ചിരിപ്പുണ്ട്, അഷ്റഫ് ജീവിച്ചിരിപ്പുണ്ട്. അതുപോലെ അവരെ ഞാൻ ഡൽഹി കൊണ്ടുപോയി മന്ത്രിയെ കണ്ട് മന്ത്രി ഒരുപാട് മാറ്റങ്ങൾ വരുത്തി കൊടുത്തു. ഈ നാഷണൽ ഹൈവേയുടെ ഡിസൈനിൽ അവരാവശ്യപ്പെട്ട എല്ലാം നമ്മൾ ചെയ്തു കൊടുത്തു. MLA-മാർ പറയട്ടെ, കേവലം ഒരു ടോൾ ഗേറ്റ് മാത്രമല്ലല്ലോ വിഷയം. ഈ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളുടെ പരാതി പരിഹരിക്കാൻ ഈ 1, 2, 3 റീച്ചുകളിൽ പരമാവധി ഇടപെട്ടുള്ള ഒരാളാണ് ഞാൻ. മാത്രമല്ല പെരിയ പാലം ഇടിഞ്ഞു വീണു, ഞാൻ അവിടെ പോയി. അപ്പോഴേ തന്നെ ഞാൻ പറഞ്ഞു മന്ത്രിയെടുത്ത്, മേഘാ കൺസ്ട്രക്ഷൻ്റെ പണി വളരെ കള്ളത്തരമാണ്, അവർ കരിമ്പട്ടികയിൽപ്പെടുത്തണമെന്ന് പറഞ്ഞു. മന്ത്രി അവരെ വിളിച്ച് ശാസിച്ചു, അവർക്ക് ഇനി വർക്ക് കൊടുക്കില്ലെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ പറയാമല്ലോ, നമ്മുടെ 2 വീരമലക്കുന്ന് ഇടിഞ്ഞു വീണു, അപ്പുറത്ത് മല ഇടിഞ്ഞു വീണു, 2 പേര് മരിച്ചു. കോടിക്കണക്കിന് രൂപയുടെ മണ്ണ് കടത്തിക്കൊണ്ടുപോയി. എവിടെയായിരുന്നു ഈ സംസ്ഥാനം ഭരിക്കുന്ന BJP? ഒരു നേതാവിനെ അവിടെ കണ്ടില്ലല്ലോ. 2 പേര് മരിച്ചപ്പോൾ, ഈ മണ്ണിടിഞ്ഞു വീണ് മരിച്ചപ്പോൾ ഏതെങ്കിലും ഒരു നേതാവ് അവിടെ വന്നായിട്ട് പറയാമോ? ഈ രാജീവ് ചന്ദ്രശേഖരൻ, അല്ലെങ്കിൽ പഴയ BJP പ്രസിഡന്റ്, അല്ലെ ഇപ്പോഴത്തെ ജില്ലാ പ്രസിഡന്റ്, ആരെങ്കിലും? കാസർഗോഡ് എന്ന് പറയുന്നത്, പാർലമെൻ്റ് എന്ന് പറയുന്നത് തലപ്പാടി തൊട്ട് വളപട്ടണം പാലം വരെ കിടക്കുന്നതാണ്. ഇവിടെങ്ങാനും ഒരു മഞ്ചേശ്വരത്ത് ഇട്ടാവട്ടത്ത് ഒരു BJPയുടെ നേതാവ് കിടന്ന് ഇത് തായം തുള്ളിയോണ്ട് കാര്യമില്ലല്ലോ. കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഒരു MP ചെയ്യേണ്ട മുഴുവൻ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു കാര്യം പറയാമല്ലോ, ഇപ്പോൾ BJP ആണല്ലോ ഇന്ത്യ ഭരിക്കുന്നത്. 60 കിലോമീറ്ററിനകത്ത് ഒരു ടോൾ ഗേറ്റേ പാടുള്ളൂ എന്ന് BJP നേതാക്കന്മാർക്ക് അറിയാമല്ലോ, അറിയത്തില്ലേ?
അപ്പോൾ അനധികൃതമായി നിയമവിരുദ്ധമായി ഈ തലപ്പാടിയിൽ നിന്ന് ഈ പിന്നെ ആരിക്കാടി കടവത്ത് ഒരു ടോൾ ഗേറ്റ് സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോൾ ഇവിടെ പോയിരുന്നു ഈ BJP നേതാക്കന്മാർ. ഇന്ത്യ ഭരിക്കുന്ന അവരല്ലേ? ഗഡ്കരി അവരുടെ മന്ത്രിയല്ലേ? രാജീവ് ചന്ദ്രശേഖർ ജീവിച്ചിരിപ്പില്ലേ? എന്തേ ഈ മന്ത്രിയുടെ അടുത്ത് പോയി ഈ 60 കിലോമീറ്ററിനകത്താണ് ടോൾ ഗേറ്റ് വരേണ്ടത്, രണ്ടാമത്തെ ടോൾ ഗേറ്റ് വരേണ്ടത് പെരിയ ചാലിങ്കാലാണ്, അതുകൊണ്ട് ഇത് അനധികൃതമാണ്, ഇത് ജനങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും, ടോൾ ഗേറ്റ് സ്ഥാപിക്കണ്ട എന്ന് അന്ന് പറയാൻ ആരെങ്കിലും ഒരാളുണ്ടായിരുന്നോ BJPക്കകത്ത്? പറയട്ടെ. ഇന്ത്യ ഭരിക്കുന്ന BJP ആണല്ലോ, ഗഡ്കരിയാണല്ലോ മന്ത്രി. ഇന്നീ അവകാശവാദവുമായി വന്നിരിക്കുന്ന നേതാക്കന്മാർക്കറിയില്ലേ 60 കിലോമീറ്ററിൽ ഒരു ടോൾ ഗേറ്റേ പാടുള്ളെന്ന്? അപ്പം രണ്ടാമത്തെ ടോൾ ഗേറ്റ് ചാലിങ്കാൽ വരേണ്ട ടോൾ ഗേറ്റ് ആരിക്കാടിയിൽ സ്ഥാപിച്ചാൽ ആ സ്ഥാപിക്കുന്നത് ജനവിരുദ്ധമാണെന്നും നിയമവിരുദ്ധമാണെന്നും അറിഞ്ഞിട്ട് അന്ന് മന്ത്രിയെ കണ്ട് ഇത് സ്ഥാപിക്കരുതെന്ന് പറയാൻ ആരെങ്കിലും ഒരാളുണ്ടായോ? BJPയുടെ ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ്? അതല്ലേ മിടുക്ക്? എന്നിട്ട് പറയണം അവിടെ ഒരു ടോൾ ഗേറ്റ് വരാൻ പോയി, ഞങ്ങളാണ് മന്ത്രിയെ പോയി കണ്ട് ഞങ്ങളാണത് ഇല്ലാതാക്കിയത്. ടോൾ ഗേറ്റ് പണിഞ്ഞു, അവിടെ സമരം ആരംഭിച്ചു. സമരം ഉദ്ഘാടനം ചെയ്ത രാജ്മോഹൻ ഉണ്ണിത്താനാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ അന്ന് പറഞ്ഞു ഈ സമരം അനിശ്ചിതമായി പോകും, ലാത്തി ചാർജ് വരും, കണ്ണീർവാദവും വരും, അത് കഴിഞ്ഞ് നമുക്കറിയാമല്ലോ ജലപീരങ്കി വരും, വെടിവെപ്പ് നടക്കും. രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ നെഞ്ചത്ത് വെടി ഞാൻ വാങ്ങും, പിറകിൽ വാങ്ങില്ല. സമരം പോയി, മുമ്പോട്ട് പോയി. അപ്പോഴാണ് അവിടെ ടോൾ ഗേറ്റിൻ്റെ പണി ആരംഭിച്ചു. മന്ത്രി എന്നോട് പറഞ്ഞു 1 വർഷം. ആ 1 വർഷം ഞാൻ അവരെ അറിയിച്ചു, അവർ സാധ്യമല്ലെന്ന് പറഞ്ഞു. ആ വിവരം ഞാൻ മന്ത്രിയെ അറിയിച്ചു. അറിയിച്ചതിന് ശേഷം ഈ ടോൾ ഗേറ്റുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, കോടതിയിൽ ഒരാൾ പോയി, കോടതിയിൽ നാഷണൽ ഹൈവേ കൊടുത്ത അഫിഡവിറ്റ്, ആ അഫിഡവിറ്റിൽ പറഞ്ഞത് ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് ഈ ടോൾ ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് റൂൾ 82 അനുസരിച്ച് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ 60 കിലോമീറ്ററിനകത്ത് കേന്ദ്ര ഗവൺമെൻറ് പെർമിഷൻ കിട്ടിയാൽ ടോൾ ഗേറ്റ് സ്ഥാപിക്കാമെന്ന വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ ഞങ്ങൾ പാലിച്ചുകൊണ്ടാണ് ടോൾ ഗേറ്റ് സ്ഥാപിച്ചത്. കോടതി ആ അപ്പീൽ പിന്നെ ഇത് പരാതി തള്ളിക്കളഞ്ഞ ആൾ വീണ്ടും അപ്പീൽ കൊടുത്തു. അപ്പീൽ കൊടുത്ത ആൾ തന്നെ പിൻവലിച്ചു. വേറെ 2 കേസുകൾ കോടതി നിൽക്കുന്നു. അപ്പോൾ ഒരു പാർലമെൻറ്റ് അംഗം നിയമം കയ്യിലെടുക്കാൻ പറ്റില്ലല്ലോ, നിയമവാഴ്ചയെ വെല്ലുവിളിക്കാൻ പറ്റില്ലല്ലോ.